കേരള കലാമണ്ഡലത്തിൻ്റെയും കോട്ടയത്ത് പ്രവർത്തിക്കുന്ന ഗുരു ഗോപിനാഥ് ട്രസ്റ്റിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കേരള നടനം ശില്പശാലയ്ക്ക് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ തിരിതെളിഞ്ഞു. ഇനിയുള്ള 3 ദിവസങ്ങൾ നടനം, നാട്യം, നൃത്തം എന്നീ ഇനങ്ങളിൽ വിവിധ ക്ലാസുകൾ നടക്കും. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും കൂടാതെ കടൽ കടന്ന് മസ്കറ്റിൽ നിന്ന് 5 പേർ ഈ പഠനത്തിനായി കലാമണ്ഡലത്തിലെത്തിയിട്ടുണ്ട്. ചടങ്ങ് കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി VK ചെല്ലപ്പൻ നായർ അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജ് നൃത്തവിഭാഗം മുൻ മേധാവി പ്രൊഫസർ S ലേഖ തങ്കച്ചി, സ്വാതി തിരുനാൾ പ്രൊഫസർ, നാട്യശ്രീ നന്ദനംകോട് വിനയ് ചന്ദ്രൻ എന്നിവരാണ് 3 ദിവസങ്ങളിലായി നടക്കുന്ന ശില്പശാലയ്ക്ക് ക്ലാസ് എടുക്കുന്നത്. കേരള നടനം എന്ന വിഷയത്തെക്കുറിച്ച് 3 ദിവസത്തെ ശില്പശാലയാണ് ഇവിടെ നടക്കുന്നത്. അതായത് നടന കലാനിധി ഡോക്ടർ ഗുരു ഗോപിനാഥ് കേരളത്തിനെന്നല്ല നമ്മുടെ കലാലോകത്തിന് തന്നെ നൽകിയ ഒരു ഉത്കൃഷ്ടമായ കലയാണ് കേരള നടനം. എന്താണ് കേരള നടനം? കേരളം നമ്മുടെ മനോഹരമായ നമ്മുടെ നാട്. നടനം എന്നാൽ നാട്യം, നൃത്തം, നൃത്യം ഇവ 3ഉം ചേരുന്നതിന് ഒരൊറ്റ വാക്കാണ് നടനം എന്ന വാക്ക്. 1931 മുൻപ് തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും കഥകളി ആചാര്യന്മാരായിരുന്നു. അവരുടെ കൂടെ അദ്ദേഹം 13 വർഷം കഥകളി അഭ്യസിച്ച് കേരള കലാമണ്ഡലത്തിൽ ശ്രീ വള്ളത്തോളിൻ്റെ അനുഗ്രഹത്തോടും അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി 1931-32 കാലഘട്ടത്തിലാണ് കേരള കലാമണ്ഡലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സഹനർത്തകിയും അമേരിക്കൻ വനിതയുമായ രാഗിണി ദേവിയുമായി ചേർന്നുകൊണ്ടാണ് കഥകളിയെ ലളിതവൽക്കരിച്ച ഈ ഒരു പുതിയ നൃത്ത ശൈലിക്ക് അദ്ദേഹം രൂപം കൊടുക്കുന്നത്. കൂടാതെ കലാമണ്ഡലം നൃത്തവിഭാഗം അധ്യാപകൻ RLV രാമകൃഷ്ണൻ, കലാമണ്ഡലം കഥകളി നടൻ സുദീപ്, ആതിരാജി സുന്ദരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഞാൻ മസ്കറ്റിലെ സ്വസ്തിക എന്ന് പറഞ്ഞ ഒരു ഡാൻസ് സ്കൂൾ നടത്തുകയാണ്. ഇവരെല്ലാവരും തന്നെ എൻ്റെ സ്റ്റുഡൻസാണ്. ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ലേഖ തങ്കച്ചി ടീച്ചറിൻ്റെ കീഴിൽ നടനം അഭ്യസിച്ചു വരുന്നു. അപ്പോൾ നാട്ടിൽ വരുന്ന സമയത്ത് ഇതുപോലുള്ള വർക്ക്ഷോപ്പുകൾ ടീച്ചർ ഞങ്ങളെ അറിയിക്കാറുണ്ട്. ഇതാദ്യമായിട്ടാണ് എനിക്കും എൻ്റെ സ്റ്റുഡൻസിനൊപ്പം ഈ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാൻ 3 ദിവസം ഇവിടെ താമസിച്ച് പങ്കെടുക്കുവാനും കേരള നടനം എന്ന് പറഞ്ഞ ഈ ഒരു മഹത്തായ കലാരൂപത്തെ കൂടുതൽ അറിയാനും, അതുപോലെ എൻ്റെ സ്റ്റുഡൻസിനും വിദേശത്തായതുകൊണ്ട് പല പരിമിതികൾ ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഈ ശില്പശാല എനിക്കും എൻ്റെ കുട്ടികൾക്കും വളരെ പ്രയോജനപ്പെടുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു.